ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മാങ്ങാച്ചർ ഉണ്ടാക്കാൻ. അതിനുവേണ്ടി 8-10 മാങ്ങ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. തോലൊക്കെ കളഞ്ഞ് ഈ ഒരു പരുവത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ കടുകും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിൽ ഒരു 4-5 സ്പൂണ് ഉപ്പിട്ട് കൊടുത്ത് ആ ഉപ്പ് എല്ലാ രീതിയിലും ഒന്ന് പിടിച്ച് വരുന്ന രീതിയിൽ ഒന്ന് പുരട്ടി വെച്ച് ഒരു അരമണിക്കൂർ വെക്കാം. അതിനുശേഷം നമുക്ക് ഈ റോസ്റ്റ് ചെയ്തിരിക്കുന്ന കടുകും ഉലുവയും തണുത്ത ശേഷം മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഗ്യാസിലൊരു ചീൻചട്ടി വെച്ച് അതിലേക്ക് ഒരു 3 സ്പൂൺ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ചെടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു 7-8 വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും ചെറുതായി അരിഞ്ഞ ഇഞ്ചി കഷ്ണം 4-5 പച്ചമുളകും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഒരു കളറ് മാറി വരുമ്പോൾ അതിലേക്ക് ഒരു 3 സ്പൂൺ അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉലുവ കടുകുപൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. മുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒരു 1/2 സ്പൂൺ തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം കൂടെ ഒഴിച്ച് ശേഷം നമുക്കത് ഓഫ് ചെയ്ത് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊരു സ്പൂണും കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു മസാല ഉണ്ടായിരുന്ന പാത്രത്തിലേക്ക് 3 സ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്ത് ഈ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ റെഡി ആയിരിക്കും. താങ്ക് യു.